ഹായ് ഹലോ നമസ്കാരം. അപ്പം ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഒരു റീലൊക്കെ ചെയ്ത് അപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ദോശയ്ക്ക് കറി ഉണ്ടാക്കാൻ പോകുക. അപ്പോൾ ദോശയ്ക്ക് കറി ഉണ്ടാക്കാൻ ഞാൻ വെച്ച് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് നല്ല ദോശ ഗോതമ്പ് ദോശയല്ലേ, അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞ് കാടമുട്ട ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ കാടമുട്ട വെച്ചിട്ട് ഒരു റോസ്റ്റ് പോലെ അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് മുറിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര കാരമുണ്ട് ഈ ഉള്ളിക്ക്. അപ്പോൾ ഒക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവമീനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ അതാക്കും കാടമുട്ട ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 വിസിൽ വരുത്തിച്ച് കാടമുട്ടയ്ക്ക്. നമ്മൾ സാധാരണ മുട്ടയും ഞാൻ അങ്ങനെ തന്നെയാണ് പുഴുങ്ങൽ. പക്ഷേ 2 വിസിൽ സാധാരണ മുട്ടയ്ക്ക് വരുത്തിക്കാറില്ല, ഒറ്റൊരു വിസിൽ. അപ്പോൾ ഗ്യാസും അധികം നഷ്ടമാവില്ല. അങ്ങനെ ചെയ്യാറുണ്ട്, ഒന്നും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ ഇതുവരെ. അപ്പോൾ അത് കാടമുട്ട ഓരോന്നായിട്ട് പൊളിക്കട്ടെ. ഇതിൻ്റെ തോടിന് കുറച്ച് ഇതായതുകൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കണം. അപ്പോൾ അത് ഇതൊക്കെ എന്നിട്ട് മുറിച്ച് വെച്ചിട്ട് അപ്പോഴത്തേക്കും ഇവിടെ വിശപ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ആ ഉള്ളി മുറിച്ചിട്ട് കണ്ണു പോഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പൊളിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒന്ന് നല്ല എന്താ പറയുക, ഒന്ന് പൊടിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനെടുത്ത് വായിലിട്ട് അപ്പോൾ നമുക്ക് എന്നിട്ട് വേഗം കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതൊക്കെ മുറിച്ചതൊക്കെ എടുത്തിട്ട് പോട്ടെ. ഇവിടേക്ക് എത്തുമ്പോൾ ഭയങ്കര ചൂടിന് കുറവുണ്ട്. അടുക്കളയിലൊക്കെ പോയി നിന്നാൽ ഭയങ്കര ചൂടാണ്. എന്ത് തന്നെ അവിടെ ജനൽ തുറന്നിട്ട് വാതിൽ തുറന്നിട്ട് എന്നെല്ലാം പറഞ്ഞാലും ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനിവിടെ ഫാനും ഇട്ടിട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കും. എന്നിട്ട് ഞാൻ ഉള്ളിയൊക്കെ എടുത്തിട്ട് അടുക്കളയിലേക്ക് പോകാം. ഇപ്പോൾ നവമിയോട് വരാൻ പറയുന്ന. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ പോയിട്ട് ഞാൻ കുറച്ച് ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടാക്കി പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വെളുത്തുള്ളി ഇട്ട് ആ മുട്ടയും ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞ ശേഷം ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാ. ഉള്ളി നല്ലോണം, കുരുമുളക് പൊടി ഇല്ല, മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി തീർന്നു. കുറച്ച് കറിവേപ്പിലയും കഴുകിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് നേരം അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് എനിക്ക് ഉപ്പിടാൻ മറന്നു, പിന്നെയാണ് ഞാൻ ഉപ്പിട്ടത്. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കി, വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് പിന്നെയും ഉപ്പിടുക ചെയ്തേ. ഉപ്പിട്ടിട്ട് പിന്നെയും നല്ലോണം ഇളക്കി കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ദോശയും നാമി ചൂടുന്നുണ്ട് അപ്പുറത്ത്. പിന്നെ കുറച്ച് ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ഇറക്കാൻ പോകുമ്പോൾ പഞ്ചസാര എടുക്കുക. എത്രയേ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല.